നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊജക്ടറുമായിട്ടാണ്. ഇത് ടോപ്പ് പ്രോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലെജൻഡ് എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു ഫുൾ HD പ്രൊജക്ടറാണ്. ഈ പ്രൊജക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കാണുക. ബോക്സ് ഓപ്പൺ ആക്കി ആദ്യം കിട്ടുന്ന ഒരു യൂസർ മാനുവൽ ആണ്. അടുത്തത് ഒരു പവർ കേബിൾ, പിന്നെ ഇതേപോലെ സ്റ്റൈലിഷ് ഡിസൈനിലുള്ള ഒരു റിമോട്ട്. അടുത്തത് നമ്മുടെ മെയിൻ യൂണിറ്റ് ആണ്, പ്രൊജക്ടർ ആണിത്. ഇതിന്റെ ഒരു ലുക്കൊക്കെ നിങ്ങൾ നോക്കി, അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിംഗ്, നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഇന്റീരിയറുമായിട്ട് മെർജ് ആയി പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയായിട്ടാണ് ഇതിന്റെ ലെൻസ് നൽകിയിട്ടുള്ളത്. ലെൻസിന് ഒരു ക്യാപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. അകത്ത് ഡസ്റ്റ് ഒന്നും കയറാതിരിക്കാനാണ് ഈ ഒരു ക്യാപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടുത്തായിട്ട് ക്യാമറ സെൻസർ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കും ഓട്ടോ ഫോക്കസിങ്, ഓട്ടോ കീ സ്റ്റോണും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം എയർ വെന്റുകൾ നൽകിയിട്ടുണ്ട്. രണ്ട് സൈഡിലും എയർ വെന്റുകൾ വന്നിട്ടുണ്ട്. കാരണം പ്രൊജക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റ് വെളിയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്ടറിന് കംപ്ലൈന്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിലാണ് ഇതിന്റെ പോർട്സ് ഒക്കെ നൽകിയിട്ടുള്ളത്. ഇവിടെ IR സെൻസർ കാണാൻ സാധിക്കും. RJ45 പോർട്ട് ഉണ്ട്. SPDIF ഒരു കണക്ടിവിറ്റി ഓപ്ഷൻ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഒരു USB പോർട്ട് ഉണ്ട്. HDMI-യുടെ 2 പോർട്ടുകളിലൂടെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ ലഭിക്കും. ബാക്ക് സൈഡിൽ തന്നെയാണ് സ്പീക്കേഴ്സ് നൽകിയിട്ടുള്ളത്. 15 വാട്ട്സിന്റെ 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നുണ്ട്. നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടും. എക്സ്റ്റേണൽ ഡിവൈസുകൾ, അതായത് സൗണ്ട് ബാറോ സബ്വൂഫറോ ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ടോപ്പിലായിട്ട് ടോപ്പ് പ്രോയുടെ ബ്രാൻഡിംഗ് ഉണ്ട്. അതിനടുത്തായിട്ട് പവർ ബട്ടണും കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഈ പ്രൊജക്ടറിന്റെ ഫിസിക്കൽ ഓവർവ്യൂ. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കാം. ഇതൊരു ഫുൾ HD പ്രൊജക്ടർ ആണ്. അതായത് ഇതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ 1080p ആണ്. പക്ഷേ ഇതിൽ 4K ഫയലുകളും HDR10+ ഫയലുകളും സപ്പോർട്ട് ചെയ്യും. നമുക്കത് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് Fire TV സ്റ്റിക്ക് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിലെയോ ആമസോണിലെയോ ഒക്കെ 4K HDR10 ഫയലുകളൊക്കെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് ഇതിന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് 300 ഇഞ്ചസ് ആണ്. ഞാനിതൊരു 150 to 200 ഇഞ്ചിന് ഇടയ്ക്ക് ഇത് പ്രൊജക്ട് ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 200 ഇഞ്ച് വരെയൊക്കെ ആയിരിക്കും സ്ക്രീൻ സൈസ് വെക്കുക. അപ്പം ആ ഒരു ലെവലിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടും. ഒരു 150 ഇഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടിലൻ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടാനായിട്ട് പോവാം. ഇനി ഇതിന്റെ ബ്രൈറ്റ്നസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാ ബ്രൈറ്റ്നസ് വരുന്നത് 32,000 ലൂമൻസ് ആണ്. ആൻസി ലൂമൻ വരുന്നത് 2800 ആണ്. അതായത് നമ്മൾ ലൈറ്റ് ഒക്കെ ഉള്ള ഒരു റൂമിൽ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി, നല്ല ബ്രൈറ്റ്നസ് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കും എന്ന് ചുരുക്കം. ഇതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 20,000:1 ആണ്. അതേപോലെ തന്നെ 50,000 അവേഴ്സിന്റെ ലാംപ് ലൈഫും ഈ ഒരു പ്രൊജക്ടറിന് കമ്പനി നൽകുന്നുണ്ട്. ഇനി ഇതിലെ ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് പ്രൊജക്ടർ ആണ്. ഓട്ടോ ഫോക്കസിംഗ് ഉണ്ട്, ഓട്ടോ കീസ്റ്റോൺ ഉണ്ട്, പിന്നെ ഓബ്സ്ട്രക്കിൾ ഡിറ്റക്ഷൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ പ്രൊജക്ടർ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രോപ്പർ പ്രൊജക്ഷൻ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടും. ഓട്ടോമാറ്റിക് സ്ക്രീൻ ഫിറ്റ്, ഡിജിറ്റൽ സൂം ഇൻ സൂം ഔട്ട് ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നുണ്ട്. അതായത് ഈ ഒരു പ്രൊജക്ടർ നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ പുറകെ നടന്ന് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ ഫിറ്റ് ചെയ്തോളും. ഇനി നിങ്ങൾക്ക് ഇത് മാനുവലി മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് മാനുവലി നിങ്ങൾക്ക് ഇതിന്റെ കീ സ്റ്റോൺ കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റും, ഫോക്കസിങ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻ കൂടെ ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രോസസർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടാ കോർ പ്രോസസർ ആണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണ് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുക. 2GB RAM, 32GB ഇന്റർണൽ സ്റ്റോറേജ്. അതിനോടൊപ്പം തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് യൂട്യൂബും ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈം അങ്ങനെയുള്ള ആപ്സ് ഒക്കെ തന്നെ 4K സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുകൂടാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ ഫോൺ ഇതിലേക്ക് സ്ക്രീൻ മിറർ ചെയ്യാൻ പറ്റും. മിറാകാസ്റ്റ് സ്ക്രീൻ മിററിംഗും ഇതിൽ സാധിക്കും. പലരും പ്രൊജക്ടർ വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന കാര്യമാണ്, ഫോൺ പ്രൊജക്ടറിലേക്ക് മിറർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊജക്ടറുകളിലും ആ ഒരു ഫീച്ചർ അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഈ പ്രൊജക്ടറിലും അങ്ങനെ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഡ്യുവൽ HDMI ARC സപ്പോർട്ടഡ് ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 15 വാട്ട്സിന്റെ 2
സ്റ്റീരിയോ സ്പീക്കേഴ്സും ഈ പ്രൊജക്ടറിൽ കിട്ടുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഇതിൽ നിന്ന് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സൗണ്ട് ബാറോ സബ് വൂഫറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് MEMC ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മോഷൻ എസ്റ്റിമേഷൻ മോഷൻ കംപ്രഷൻ ടെക്നോളജി. അതായത് സാധാരണ TVസിലൊക്കെ പ്രൊജക്ടറിലും യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. വീഡിയോസ് കുറച്ചുകൂടെ സ്മൂത്തും ക്ലിയറും ആകാൻ വേണ്ടിയാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. കുറഞ്ഞ ഫ്രെയിം റേറ്റിലുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രെയിം റേറ്റ് കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ സ്മൂത്തും ക്ലിയറും ആക്കാൻ ഈ ഒരു ടെക്നോളജി ഉള്ള പ്രൊജക്ടറുകൾക്ക് സാധിക്കും. അപ്പം നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഉള്ള കൂടുതൽ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു പ്രൊജക്ടറിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഈ പ്രൊജക്ടറിന്റെ ഹോം പേജ്. ഹോം പേജിൽ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സും യൂട്യൂബും പ്രൈം വീഡിയോസും ഒക്കെ ഉണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ആപ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോർ കിട്ടും. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇതിന്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ടാബിൽ ഏറ്റവും ലാസ്റ്റിലായിട്ടാണ് സെറ്റിംഗ്സ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. ഇവിടെ പ്രൊജക്ഷൻ സെറ്റിംഗ്സ് ആണ് ആദ്യം നൽകിയിട്ടുള്ളത്. പ്രൊജക്ഷൻ സെറ്റിംഗ്സിൽ എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടെന്ന് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേയധികം സെറ്റിംഗ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഓട്ടോ ഫോക്കസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫോക്കസ് കറക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ മാനുവലി ഫോക്കസ് കറക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. അതിന് താഴെയായിട്ട് ഫോക്കസ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പവർ ഓൺ ഓട്ടോ ഫോക്കസ്, അതേപോലെ തന്നെ ഓട്ടോ ഫോക്കസ് വിത്ത് മൂവ്ഡ്, അതായത് പവർ ഓൺ ആകുന്ന സമയത്ത് തന്നെ ഓട്ടോ ഫോക്കസ് കറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് എനേബിൾ ചെയ്യാം. പിന്നെ ഓട്ടോ ഫോക്കസ് വിത്ത് മൂവ്ഡ്, അതായത് ഈ പ്രൊജക്ടർ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് പോകുമല്ലോ, അപ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്തും കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഓട്ടോ കീ സ്റ്റോൺ ആണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്ടർ മൂവ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്ക്രീൻ അലൈൻമെന്റ് ഇതിന്റെ പ്രോപ്പർ ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും. അതാണ് ഈ ഓട്ടോ കീ സ്റ്റോൺ എന്ന് പറയുന്നത്. അതിന്റെ താഴെയായിട്ട് കോർണർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാനുവലി കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ കോർണർ. ഓട്ടോ കീ സ്റ്റോൺ കറക്ഷൻ ഒരു 99% ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. എന്നാൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോർണർ കറക്ഷൻ ചെയ്തുകൊണ്ട് ഇതിന്റെ സ്ക്രീൻ അലൈൻമെന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സെറ്റിംഗ്സ് ആണ് നൽകിയിട്ടുള്ളത്. അടുത്തായിട്ട് വൈഫൈ സെറ്റിംഗ്സ് നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് ഡിവൈസുകൾ പെയർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഹെഡ്ഫോണോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സോ ഒക്കെ ഇതുമായിട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് മീഡിയ സെറ്റിംഗ്സ് ആണ്. മീഡിയ സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ HDR ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഗെയിം മോഡ് ഉണ്ട്, പിന്നെ MEMC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ലോ, മിഡിൽ, ഹൈ അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ മിഡിൽ സെലക്ട് ചെയ്യുകയാണ്. അതിന് താഴെയായിട്ട് പിക്ചർ മോഡ് കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ്, ലൈറ്റ്, സോഫ്റ്റ് അങ്ങനെ കുറെ പിക്ചർ മോഡ്സ് ഉണ്ട്. ഏറ്റവും താഴെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൂടെ നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെ സൗണ്ട് സെറ്റിംഗ്സ് ഉണ്ട്. സൗണ്ട് സെറ്റിംഗ്സിൽ നമുക്ക് കുറച്ച് മോഡ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൗണ്ട് മോഡുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെയാണ് സിസ്റ്റം സെറ്റിംഗ്സ്. സിസ്റ്റം സെറ്റിംഗ്സിൽ സിസ്റ്റം ഇൻഫർമേഷനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര GB RAM ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. 2 GB RAM ആണ് ഇതിലുള്ളത്. 32 GB ഇന്റർണൽ സ്റ്റോറേജ്. ആൻഡ്രോയിഡ് വേർഷൻ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. പിന്നെ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഫാക്ടറി റീസെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫാക്ടറി റീസെറ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഞാൻ ഉപയോഗിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് ഇതിന് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ബ്രൈറ്റ്നസ് ഒരുപാടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ ബ്രൈറ്റ്നസിനോടൊപ്പം നല്ല പഞ്ചി ആയിട്ടുള്ള കളേഴ്സും നല്ല ഷാർപ്നെസ്സും നല്ല കോൺട്രാസ്റ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റി കിട്ടും. ഈ ഒരു പ്രൊജക്ടറിൽ ആ ഒരു കാര്യം വളരെ ബാലൻസിങ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നല്ല പിക്ചർ ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിനുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച കാര്യം. അടുത്തായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു പ്രൊജക്ടറിന് കിട്ടുന്നുണ്ട്. മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു 5-6 പേരൊക്കെ ഇരുന്ന് മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എക്സ്ട്രാ സൗണ്ട് ബൂഫറോ സൗണ്ട് ബാറോ അങ്ങനെയൊന്നും കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ധാരാളമാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു UI എക്സ്പീരിയൻസും അടിപൊളിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 GB 32 GB സ്റ്റോറേജ് ഉള്ള ഒരു പ്രൊജക്ടറാണിത്. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ
കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊരു ആപ്പിൽ നിന്ന് അടുത്തൊരു ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും സാധാരണ പ്രൊജക്ടറിലൊക്കെ ചെറിയൊരു ലാഗ് തോന്നും. പക്ഷെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പ്രൊജക്ടർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആമസോണിൽ ഈ പ്രൊജക്ടറിന്റെ പ്രൈസ് വരുന്നത് 26,000 രൂപയാണ്. 25,000-ൽ താഴെയും നിങ്ങൾക്ക് ഈ പ്രൊജക്ടർ ആമസോണിൽ ഇടയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പ്രൊജക്ടർ വാങ്ങണോ വേണ്ടിയോ എന്നുള്ള ഒരു സംശയവും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വലിയ കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും അതേപോലെ തന്നെ നല്ല പിക്ചർ ക്വാളിറ്റിയും തരുന്ന ഒരു പ്രൊജക്ടറാണിത്. നിങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു നല്ല പ്രൊജക്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു പ്രൊജക്ടർ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രൊജക്ടർ ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആമസോൺ ലിങ്കും അതേപോലെ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ 1-2 പ്രൊജക്ടർ വീഡിയോകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോകളിലൂടെ കണ്ടു നോക്കുക. പല പ്രൈസ് സെഗ്മെന്റിലുള്ള പ്രൊജക്ടറുകൾ ഓൾറെഡി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണ്ടു നോക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിന് നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.